ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പ്രേംലാൽ കൂടി ചേരുന്നുണ്ട്. പ്രേംലാൽ, ഇതുവരെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാം. 8:45 കൂടിയാണ് അപകടമുണ്ടായത്. യന്ത്ര തകരാർ തന്നെയായിരുന്നു. യന്ത്ര തകരാറിനെ തുടർന്ന് വിമാനം ഇടിച്ചിറക്കുകയായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട 6 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ക്ഷമിക്കുക, അവിടെ വെച്ച് അജിത് പവാർ ഉൾപ്പെടെയുള്ളവരുടെ മരണം സംഭവിക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത് നിരവധി ദുരൂഹതകൾ, സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് സംശയങ്ങൾ മാത്രമായിരിക്കാം, പക്ഷേ ഏതെങ്കിലും യുക്തി അതിന് പിന്നിലുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടത്. ഏതായാലും നിലവിലെ മഹാരാഷ്ട്ര രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി നമുക്കറിയാം, ഉദ്ധവ് താക്കറെ അടക്കമുള്ളവർ വീണ്ടും ആ സഖ്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം, ശിവസേന കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യം, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചില ഗതിവിഗതികൾ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. ഒരുപക്ഷെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ടോ? ഈ അപകടത്തെ സംബന്ധിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ നിലവിൽ? ഇതുവരെ അത്തരം ആരോപണങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരം സംശയങ്ങളും ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ സജീവമാണ്. കാരണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ശക്തിയായിട്ട് തന്നെയാണ് അജിത് പവാർ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറുമായി വീണ്ടും കൂടിച്ചേർന്നതെല്ലാം വലിയ വാർത്തയായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NCP-യെ നെടുക പുലർത്തിയാണ് BJP-യിൽ ചേർന്നത്. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായതും. പക്ഷേ പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറുമായി കൂട്ടുകൂടി ഒരു മറ്റൊരു മുന്നണി ആയിട്ട് ആണ് അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ വലിയ ചർച്ചയായ സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മരണത്തിന് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായിരുന്നു ഇതിന്റെ ഒരു കാരണം, എഞ്ചിൻ തകരാറിന് കാരണം, അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നിവ അറിയേണ്ടതുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ വിമാനത്തെ സംബന്ധിച്ച്, വിമാനത്തിന്റെ പഴക്കത്തെ സംബന്ധിച്ചോ, ഇത് സ്വകാര്യ ജെറ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതെ, ഇതൊരു സ്വകാര്യ ജെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തന ക്ഷമതയും പഴക്കവും ഇതുവരെ ലഭ്യമല്ല. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം ഇതെല്ലാം പുറത്തു വരും. വിമാനത്തിലുണ്ടായിരുന്നത് 2 പൈലറ്റുമാരും 2 പേഴ്സണൽ അസിസ്റ്റന്റുമാരും ഒരു NCP പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുംബൈയിൽ നിന്ന് വിമാനം പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. 4 പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും അജിത് പവാറിന്റെ വിമാനത്തെ കൂടുന്ന ബന്ധുക്കളായ സുപ്രിയ സുലെ, ഭാര്യ സുനേത്ര പവാർ, പാർത്ത് പവാർ എന്നിവർ ഡൽഹിയിൽ നിന്ന് പരാമരയിലേക്ക് പുറപ്പെടുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി ഒരു വിഷയം, നിലവിൽ ഈ മരണം, ഈ അപകടമുണ്ടായി 8:45 അപകടമുണ്ടായത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം, 1.5 മണിക്കൂറിനടുത്ത് പിന്നിടുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയോ ഔദ്യോഗികമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം, പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതെ, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേവേന്ദ്ര ഫഡ്നാവിസിനെ ബന്ധപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് ഇതുവരെ ലഭിക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രതികരണം ഇവരുടെ 2 ഏകനാഥിന്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസോ ഇതുവരെ ചെയ്തിട്ടില്ല. അവരുടെ പ്രതികരണവും വളരെ നിർണായകമാണ്. എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്താണ് ഈ അപകട കാരണം? കാരണം വളരെ മന്ത്രിസഭയിലെ ഒരു നിർണായക ശക്തി തന്നെയായിരുന്നു അജിത് പവാർ. അജിത് പവാറിന്റെ ഇത്തരമൊരു അപകടം ഉണ്ടാവാൻ ഉള്ള ഒരു സാഹചര്യവും മറ്റും ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ്, കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരുപക്ഷെ മഹാരാഷ്ട്ര രാഷ്ട്രീയം നമുക്കറിയാം. നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ എപ്പോഴും രാഷ്ട്രീയത്തിലെ യുക്തിയുടെ ഭാഗത്തായിരുന്നു അജിത് പവാർ നിലനിന്നിരുന്നത്. ആ യുക്തി എന്ന് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, അതിനോടൊപ്പം കേരളത്തിലെ NCP-ക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ച നേതാവായിരുന്നു അജിത് പവാർ എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പറയുകയും ചെയ്തത്. ഒരുപക്ഷെ നമുക്കറിയാം, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിൽ കണ്ട രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ശരത് പവാറുമായി അജിത് പവാർ വേർപിരിയുന്നതും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം, പിന്നീട് നിയമ പോരാട്ടങ്ങൾ, NCP-യുടെ പേര് കിട്ടുന്നതിന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം, അജിത് പവാർ ഉൾപ്പെട്ട BJP സഖ്യമാണ് അവിടെ ഭരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെ നിലവിൽ പുതിയ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിവിടെ ചോദിക്കേണ്ടുള്ളത്, ഈ അജിത് പവാർ ഇപ്പോൾ 4 യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ബാരാമതിയിലേക്ക് വന്നത്. ഏതാണ് യോഗങ്ങൾ എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? ഈ 4 യോഗങ്ങൾ എന്തായിരുന്നു? പാർട്ടിയുമായി ബന്ധപ്പെട്ട റാലികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള റാലികളെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം
ബാരാമതിയിലേക്ക് പോയതെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഏതൊക്കെയാണ് ആ യോഗങ്ങൾ, എവിടെയൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് റാലികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സുജുവിന് അറിയാലോ, ഇദ്ദേഹത്തിന്റെ ഒരു നീക്കം തന്നെ വളരെയധികം മഹായുതി സഖ്യത്തിൽ തന്നെ കുറച്ച് വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള സഖ്യങ്ങളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവസരവാദ രാഷ്ട്രീയം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. കൂട്ടുകെട്ടുകൾ പല രീതിയിൽ ആയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു മുന്നണി, അദ്ദേഹം ശരത് പവാറുമായി കൂടിച്ചേർന്ന് വീണ്ടും NCP ഒന്നാക്കുവാനുള്ളൊരു ഇത് പല തരത്തിലുള്ള നീരസങ്ങൾക്കെല്ലാം ഇടവരുത്തിയിട്ടുണ്ടാവണം. തീർച്ചയായും അതുതന്നെയാണ്. ഏതായാലും മഹാരാഷ്ട്രയിൽ രൂപം കൊള്ളുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, NCPയിലെ എല്ലാ പഴയ NCP നേതാക്കളെല്ലാം യോജിക്കുന്ന കാര്യം, ശരത് പവാറുമായി യോജിക്കാൻ എടുക്കുന്ന തീരുമാനം, ഇതെല്ലാം സ്വാഭാവികമായും മഹായുതി സഖ്യത്തിൽ NDAക്ക് BJPക്ക് വലിയ തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ, പക്ഷേ അത് ചില ആരോപണങ്ങൾ, ദുരൂഹതകൾ, സംശയങ്ങൾ മാത്രമാണ്. ഏതായാലും DGC ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാഥമിക ഉന്നതതല സമിതിയെ രൂപീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.